ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്തായാലും തുടങ്ങാം. രാവിലെ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് sabudana കിച്ചടിയാണ്. നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അതുകൊണ്ടുള്ളൊരു ഉപ്മാവ് പോലത്തെ സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ എന്തായാലും അറിയാമായിരിക്കും. ഇത് നോർത്തിലെ സ്പെഷ്യലായിട്ടുള്ളൊരു ഇതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സാബുദാന എടുക്കാമെന്ന് വെച്ചാൽ ചവ്വരി എടുത്തിട്ട് വെള്ളത്തിലിടണേ. അപ്പോൾ ഞാനിത് വിക്കിൻ്റെ ക്ലാസ് തുടങ്ങണതിന് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇതേ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെള്ളം വറ്റി കറക്റ്റായിട്ടുണ്ട്. വെള്ളം ഒരുപാട് ഒഴിക്കരുത് ഈ ഒരു സാബുദാന ഉണ്ടാക്കുന്ന വെള്ളത്തിലിടുന്ന സമയത്ത്, കാരണം അത് ഉപ്മാവ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിന് ഒഴിച്ച് വയ്ക്കുക വെള്ളം. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ ആ വെള്ളം വറ്റുന്നത് വരെ നമ്മൾക്ക് വയ്ക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലോട്ട് കടല പൊടിച്ചത് ഇടണം. അപ്പോൾ കടല വറുക്കുക, നിലക്കടല നന്നായിട്ട് വറുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് അരച്ച പോലെ എടുക്കണ്ട, പേസ്റ്റ് പോലെ പൊടി പോലെ ആക്കണ്ട, കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക. പച്ചമുളകും കറിവേപ്പിലയും ഇടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ജീരകം വേണമെങ്കിൽ അതും ഇടാം. ജീരകം ഇടുമ്പോൾ കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സാബുദാനയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് കാരണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൂടി വെച്ചതിന് ശേഷം നമുക്കിനി അത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിൻ്റെ ഈ ഒരു ചവരിയൊക്കെ ഇങ്ങനെ ഒരു നല്ല ട്രാൻസ്പെറൻറ്റ് പോലെ ആവും, ഈ ആ ഒരു വെള്ളം മാറിയിട്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മുടെ ഇത് കറക്റ്റായിട്ട് വെന്തു എന്നറിയാം. അപ്പോൾ ഇത് കണ്ടോ, കറക്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കും. അപ്പോൾ വിക്കിക്ക് ഇപ്പം രാവിലെ പിസ്സ മതി എന്ന് പറഞ്ഞിട്ട്, പിസ്സ അല്ല ഇത്, നമ്മൾ ബ്രെഡിൽ ജസ്റ്റ് ചീസും സോസും ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കില്ല അവൻ, അതുകൊണ്ടാണ്. പിന്നെ ഇതിപ്പം നമ്മൾ തൈരിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. നല്ല കട്ടി തൈരിൽ പഞ്ചസാര ഇട്ടിട്ട് യോഗട്ട് ആക്കിയിട്ട് കിട്ടുമല്ലോ, ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ തൈരിൽ ചുമ്മാ ഒന്ന് പഞ്ചസാര ഇട്ടിട്ടായാലും മതി. അതാണ് ശരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ്. എന്നുവെച്ചാൽ ഇതല്ലാതെ തനിയെ കഴിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും കൂടെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഉപ്മാവിൽ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്, നോർത്തിലൊക്കെ പൂനെയിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ തൈരിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വിക്കിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം റെഡി ആവണം. അതുകൊണ്ടാണ് ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നല്ല തണുപ്പില്ല. തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്നാലും സൂര്യനും ഉണ്ട്. ഇതേ മഞ്ഞൊക്കെ ഇങ്ങനെ അലിഞ്ഞ് പോയി തുടങ്ങുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇല്ല കേട്ടോ, താഴെയൊന്നും അലയില്ല. കാരണം നമ്മളൊന്നും മാറ്റുന്നില്ലല്ലോ അവിടെ ഒന്നും. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ഇങ്ങനെ തന്നെയാണ് കിടക്കുക മൊത്തത്തിൽ. എന്നാലും ഇവിടെയൊക്കെ അതെ അലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. മേലിൽ നിന്നൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുക. അപ്പം വെള്ളമായിട്ടേ ഇത് ഇവിടെയൊക്കെ ഒറ്റുന്നുണ്ടോ. ഇതൊക്കെയാണ് കണ്ടോ വഴുക്കും. ഇങ്ങനെ ഐസ് വരുമ്പോഴാണ് എന്താ പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആവുന്നത്. റോഡിലാണെങ്കിലും വണ്ടിയൊക്കെ പോകുമ്പോഴാണെങ്കിലും ഭയങ്കര സ്ലിപ്പറി. അതാ കണ്ടോ, നിൽക്കത്തില്ല, നല്ല വഴുക്കലാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ളതിലൊക്കെ ഷൂ ഒക്കെ ഇടുമ്പം സ്നോന് വേണ്ടിയിട്ട് പ്രത്യേകം ഷൂ വാങ്ങിക്കണം. വഴുക്കാത്ത ഷൂ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇതൊന്നും കുഴപ്പമില്ല. ഇത് കണ്ടോ, അയ്യോ ഇപ്പോഴും നല്ല ഭംഗിയെ കാണാനൊക്കെ. ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഓരോരോ ഡിസൈനൊക്കെ ഉണ്ടാക്കാം. അയ്യോ താഴെ പോയി. ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ അലിഞ്ഞു പോവാതെ നോക്കണം, നല്ല സ്ട്രോങ് ആക്കി വെച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ.
ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലാണ്. ഇതിപ്പം ഇവിടെ ഇപ്പോൾ വാക്സിനൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും ബ്ലഡൊക്കെ ചെക്ക് ചെയ്യും. കുട്ടികളുടെയൊക്കെ ഇവർ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പോകുന്നത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങാം. ഇവിടെയൊക്കെ കണ്ടോ ഐസൊക്കെ ആയിട്ടിരിക്കുന്ന, കുറച്ചൊക്കെ ഇങ്ങനെ സ്നോ മാറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിൽക്കും. ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് സൈഡിലോട്ട് മാറ്റിയിട്ടതാണ്. ഇങ്ങനെ നമ്മൾക്ക് വഴി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ് 2 സൈഡിലോട്ടും. ഇത് കാറൊക്കെ മൂടി കിടക്കുന്നു. ഇവർ കാർ എടുത്തിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കാറിലാണ് പോകുന്നത്. പിന്നെ എന്താ പറയുന്നത്, പോകുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് വേണമെന്ന് അവിടെ ചെന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന്. പക്ഷേ രാവിലെ വിക്കി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിട്ട് എന്താ പറയുന്നത് തിരിച്ച് വരികയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് വന്ന് പിന്നെ നമ്മൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചു. സിമ്പിളായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, കാരണം ഇപ്പോൾ പോയിട്ടൊക്കെ വന്നതല്ലേ, അപ്പോൾ പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ അച്ചാറാണ്, നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ അച്ചാർ. ഇപ്പം കറക്റ്റായിട്ട് എല്ലാം നമ്മുടെ ആ ഇതിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നാൾ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു അച്ചാർ. എന്നാലും ഒരുപാട് അങ്ങനെ എടുക്കില്ലായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കണം തോന്നുമ്പോൾ മാത്രമേ എടുക്കണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും ഈ 20-30 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാലേ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനിതൊന്ന് ബോട്ടിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് എടുത്തതാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആ എണ്ണ ഒഴിക്കേണ്ട ആവശ്യം കൂടെ ഇല്ല. കാരണം എണ്ണ ഒഴിക്കാതെ തന്നെ നമ്മൾക്ക് ആ ഒരു നല്ലൊരു എന്താ പറയുന്നത് കയ്പില്ലാതെ കിട്ടും. പിന്നെ നല്ലെണ്ണ ഒഴിക്കുമ്പോൾ നല്ലെണ്ണയുടെ ആ ഒരു ചെറിയ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. അല്ലാതെ അത് ഇല്ലാതെയും ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് നല്ല ഒരു കയ്പേ ഉണ്ടാവാത്ത ഒരു നാരങ്ങ അച്ചാറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്തായാലും കോവയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്നാവുമല്ലോ. പിന്നെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കുക. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മോര് കാച്ചിയതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ അച്ചാറും ഉണ്ട്. അപ്പോൾ അത്രയും മതി ഇന്നത്തെ എന്തായാലും ലഞ്ച് എന്ന് പറഞ്ഞിട്ട്. ചോറൊക്കെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ, റൗണ്ടിലോ നീളത്തിലോ ഒക്കെ കട്ട് ചെയ്യാം. നീളത്തിൽ കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ഈസിയെന്ന് തോന്നുന്നു, കാരണം അതൊരു 4 പ്രാവശ്യം കട്ട് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഇത് റൗണ്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇടുക, അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. ഇത് ഭയങ്കര സിമ്പിളാണ്. ഞാനിതുപോലെ വെണ്ടയ്ക്കയും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഈ ഒരു രീതിയിലാണ് വറുക്കാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു നമ്മുടെ കോവയ്ക്കയും വറുക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല, ഇത് ഇത്ര തന്നെ മതി. ഇനി ഇത് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് കോരി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വേവുന്നത് വരെ വെച്ചാൽ മതി. നമ്മൾക്ക് ഉപ്പേരി പോലെയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതൊരു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ വെന്തിട്ടുണ്ടാവും. ഒരുപാട് ഫ്രൈ ആക്കണില്ല ഞാനപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാണ് സ്റ്റൗ, കാരണം ഇത്രയും മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരുപാട് നല്ല ഫ്രൈ ആക്കണമെങ്കിൽ അത്രയും നേരം ഇട്ട് മിക്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതപ്പോൾ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ് ശരിക്കും. ഈ മോര് കറിയും അതുപോലെ അച്ചാറും കൂടെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പുളിശ്ശേരി സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. തേങ്ങ അരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നാലും ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ. പിന്നെന്താ, നമ്മൾക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ തുടങ്ങിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് തുടങ്ങിയത്. കാരണം പുറത്ത് പോകുമ്പം ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ പിന്നെ ബ്ലഡ് ടെസ്റ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അപ്പം ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വ്ളോഗായിട്ടും ഒക്കെ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.